എന്നാ പറയാനാ, പൊതുയോഗം ഒടുവിൽ വ്യക്തിപരമായ വെല്ലുവിളികളിലേക്കും ഭീഷണികളിലേക്കും വരെ എത്തിയെന്നേ. നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾ കേൾക്കുന്നത് നാമ്പെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 57-ാം ഭാഗമാണ്. സിൽവിയുടെ ജോലിക്കായി ജിമ്മിയും അപ്പച്ചൻ ചേട്ടനും നടത്തിയ നീക്കങ്ങൾ വിജയിക്കുമോ? സിൽവിക്ക് കിട്ടാതിരിക്കാൻ സോജൻ നടത്തിയ നീക്കമായിരിക്കുമോ വിജയിക്കുക? ആകാംക്ഷ നിറഞ്ഞ ഈ അധ്യായത്തിലേക്ക് നമുക്ക് പോയാലോ? രൂപതയിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയിൽ വണ്ടിയിൽ വെച്ച് പ്രധാനമായും അവർ സംസാരിച്ചത് ഞായറാഴ്ചത്തെ പൊതുയോഗത്തിനെക്കുറിച്ചായിരുന്നു. അതിന് സ്വീകരിക്കേണ്ട തന്ത്രം എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണമല്ലോ. വളരെ നിർണായകമാണ് ആ പൊതുയോഗം. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഭാഗത്തു നിന്നും സംസാരിക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ മറുഭാഗത്തു നിന്നുമുള്ളവർ കൂടുതൽ ന്യായവാദങ്ങൾ ഉന്നയിക്കും. അപ്പോൾ അതിനെ എതിർത്ത് പറയാൻ കഴിയാതെ വരും. അതുപോലെ തന്നെ അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുന്ന വിവരം മറ്റാരെങ്കിലും അറിഞ്ഞുപോയാൽ അവരതിന് തടയിടാനുള്ള വഴികളും നോക്കും. പ്രധാനപ്പെട്ട ആളുകളോട് വരരുത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മറ്റു ചിലരുടെ സ്വഭാവം പൊതുയോഗത്തിന് വന്നാലും ഒരു അഭിപ്രായം പോലും പറയില്ല. അവർക്ക് അനുകൂലമായും ഇല്ല അഭിപ്രായം, പ്രതികൂലമായും ഇല്ല അഭിപ്രായം. പൊതുയോഗത്തിന് അവർ വരുന്നത് തന്നെ അവർ വന്നില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രം. വന്ന് പറയുന്നതൊക്കെ കേൾക്കും. എല്ലാത്തിനും സമ്മതമറിയിച്ച് കൈപൊക്കി തിരിച്ചു പോകും. അങ്ങനെയുള്ളവരെ കൊണ്ട് നമുക്കിന്ന് ഉപകാരമില്ല. ആരൊക്കെയാണ് പ്രധാനമായും പൊതുയോഗത്തിൽ സംസാരിക്കുന്നതെന്ന് അപ്പച്ചൻ ചേട്ടന് നന്നായി അറിയാം. അതിൽ ആരെയൊക്കെ പറഞ്ഞേൽപ്പിച്ചാൽ നമുക്ക് വേണ്ടി സംസാരിക്കും എന്ന് അറിയാം. ഇത്രയും കാര്യങ്ങൾ അപ്പച്ചൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിമ്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി. ശനിയാഴ്ച ഉച്ച കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത്രയും ആളുകളെ വിളിക്കണം. അവരോട് കർശനമായി വരണമെന്നും ഇക്കാര്യം ഉന്നയിക്കണമെന്നും പറയണം. ഇടവകയിലുള്ള ആളിന് കൊടുക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ തീർത്തു പറയണം. കുറച്ചു പേർ പറഞ്ഞാൽ ബാക്കി കുറേ പേർ ആ കൂടെ നിൽക്കും. അങ്ങനെ അവരുടെ ആ നീക്കം തടയണം. മറുഭാഗത്തു നിന്നും സോജനും മികച്ച നീക്കം നടത്താൻ സാധ്യതയുണ്ട്. അവൻ പറഞ്ഞാൽ പറയുന്നത് പോലെ കേൾക്കാൻ കഴിയുന്ന കുറേ ആളുകൾ പുല്ലരി ഇടവകയിലും ഉണ്ട്. അവനെ ഭയപ്പെടാതെ കഴിയില്ല. ചിലപ്പോൾ അച്ഛൻ തന്നെ ഇക്കാര്യം അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. പ്രധാനമായ അജണ്ട ഭാരവാഹികളുടെ ആദ്യ പൊതുയോഗവും പിന്നെ വരാൻ പോകുന്ന നൊവേന നടത്തുന്നതുമായ കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇക്കാര്യം അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവതരിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ ആരെങ്കിലും ഒരാൾ തന്നെ അങ്ങ് പറയണം. ആരായാലും പറഞ്ഞാൽ മതി. ആലോചിച്ചും തീരുമാനമെടുത്തും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ പുല്ലരിയിലെത്തി. വന്ന വഴി തന്നെ പടവിൽ വീട്ടിൽ നിന്നും അന്നമ്മച്ചേടത്തിയെയും കൂട്ടി ജിമ്മിയെയും മറ്റും പുതിയ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ടാണ് അപ്പച്ചൻ ചേട്ടൻ തിരിച്ചു പോകുന്നത്. അപ്പച്ചൻ ചേട്ടൻ തിരിച്ചു വരാൻ നോക്കിയിരിക്കുകയായിരുന്നു ചേടത്തി. അച്ഛൻ എന്തു പറഞ്ഞു എന്നറിയണ്ടേ? പോയ കാര്യം എന്തായി എന്നറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. വരാൻ ഇത്ര താമസം എന്നാ ആവോ? ഇപ്രാവശ്യം ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, സിൽവി. കാരണം അവളുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയാണല്ലോ രണ്ടുപേരും കൂടി പോയേക്കുന്നത്. ജിമ്മിയും കൂടി അങ്ങോട്ട് വരുമെന്ന് കരുതിയിരുന്നു. എന്നാൽ നിരാശയായിരുന്നു ഫലം. മിനിയാന്ന് വന്നിട്ട് പോലും ഒന്ന് കാണാതെ പോവുകയും ചെയ്തു. ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? അവർക്കതൊന്നും തോന്നില്ല. ജിമ്മി പറഞ്ഞതുപോലെ തന്നെ ശനിയാഴ്ച തൻ്റെ ഏറ്റവും അടുത്ത ചിലരെ
അപ്പച്ചൻ ചേട്ടൻ വിളിച്ച് സിൽവിയുടെ ജോലിക്കാര്യം പൊതുയോഗത്തിൽ ഉന്നയിക്കുന്ന കാര്യം ഏർപ്പാടാക്കി. ഒരാളെ മാത്രം ഏൽപ്പിച്ചാൽ പരാജയം സംഭവിച്ചേക്കാം എന്നതുകൊണ്ട് 2-3 പേരോട് പറഞ്ഞു. ഏതു പൊതുയോഗത്തിലും ചാടിക്കയറി അഭിപ്രായം പറയുന്ന സ്വഭാവമാണ് കുഞ്ഞവരാച്ചന്. അതുകൊണ്ട് അപ്പച്ചൻ ചേട്ടൻ ഏറ്റവും ആദ്യം പറഞ്ഞതും കുഞ്ഞവരാച്ചനോട് തന്നെ. കുഞ്ഞവരാച്ചൻ പറഞ്ഞു തുടങ്ങിയാൽ മാമച്ചൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കടക്കാരൻ മാമച്ചൻ അല്ല കേട്ടോ, അപ്പച്ചൻ ചേട്ടൻ്റെ ഒപ്പം നായാട്ടിന് പോകുന്ന മാമച്ചൻ. പിന്നെ ജിമ്മി വീട് വയ്ക്കാൻ വാങ്ങിയ സ്ഥലത്തിൻ്റെ ഉടമ ബെന്നിയും കട്ട സപ്പോർട്ട് തന്നെ. ഇത്രയൊക്കെ ഒരുക്കങ്ങൾ ചെയ്തിരുന്നെങ്കിലും അവർക്ക് ടെൻഷൻ തന്നെ ആയിരുന്നു. ഞായറാഴ്ച ഒന്നാമത്തെ കുർബാനയ്ക്ക് പള്ളിയിൽ വരുന്നവരെ കണ്ടാൽ മാത്രമേ സമാധാനമാകൂ. അതായിരുന്നു അപ്പച്ചൻ ചേട്ടൻ്റെ അവസ്ഥ. വരാൻ സാധ്യതയുള്ള കുറച്ചുപേരെ അറിയാം. അവന്മാർ വന്നിട്ടുണ്ടെങ്കിൽ പൊതുയോഗം കലുഷിതമാകും. ഇനി അവർ വരുന്നില്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല താനും. ഇപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് മാത്രം. ഇത്രയും കാലമായിട്ടും അതുതന്നെ ആയിരുന്നു വിജയത്തിൻ്റെ പാഠം. ഇനിയും അതിന് മാറ്റമൊന്നുമില്ല. താൻ പാതി ദൈവം പാതി എന്നാണ്. തൻ്റെ പാതി പരമാവധി നന്നായി ചെയ്തു തീർന്നു. സമാധാനമായി പ്രാർത്ഥിച്ച് അന്ന് കിടന്നുറങ്ങി. ഞായറാഴ്ച ആദ്യത്തെ കുർബാനയ്ക്ക് സാധാരണയിലും കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത നാളിലെങ്ങും പള്ളിയിൽ വരാത്ത പലരെയും അന്ന് പള്ളിയിൽ കണ്ടു. അവരൊക്കെ ഇടവകക്കാരാണെന്നും അപ്പച്ചൻ ചേട്ടൻ അറിയാമായിരുന്നു. അവരുടെ വരവിൻ്റെ ഉദ്ദേശം മിക്കവാറും സോജനെ പിന്തുണയ്ക്കാനായിരിക്കണം. ഇപ്പോൾ ഇവിടെ വോട്ടെടുപ്പ് നടത്തിയിട്ടല്ലല്ലോ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് അവർ കുറച്ചുപേർ കൂടുതലുണ്ട് എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ പൊതുയോഗം ആരംഭിച്ചു. ആദ്യം പറയാനുള്ള പൊതുവായ കാര്യങ്ങളെല്ലാം പൊതുയോഗത്തിൽ പറഞ്ഞു. നൊവേന കാര്യവും പറഞ്ഞു. തീരുമാനം എഴുതി കഴിഞ്ഞപ്പോൾ കുഞ്ഞവരാച്ചനാണ് ആദ്യമേ ഈ വിഷയം എടുത്തിട്ടത്. ഇക്കൊല്ലം നമ്മുടെ സ്കൂളിൽ പുതിയൊരു വേക്കൻസി ഉണ്ടാവില്ലേ അച്ഛാ? അതിലേക്ക് അപേക്ഷ തന്നവരിൽ നമ്മുടെ ഇടവകയിൽ തന്നെ യോഗ്യരായ ആളുകളില്ലേ? അവർക്ക് തന്നെയാണല്ലോ പോസ്റ്റിംഗ് കൊടുക്കുന്നത് അല്ലേ? അതെന്താ ഇപ്പോൾ അങ്ങനെ ഒരു സംശയം? ഇതുവരെയും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? അതൊക്കെ ഇടവകയിലുള്ള ആളിന് തന്നെ കൊടുക്കേണ്ടതല്ലേ? അത് ചോദിച്ചത് മറ്റൊരാളാണ്. പിന്നെ ഒരാൾ അപ്പോൾ പറഞ്ഞു, അയാൾ എങ്ങും തൊടാതെ നിൽക്കുന്നതാണ്. ആർക്ക് എന്ത് സംഭവിച്ചാലും അതിയാന് കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ല. ആരും അയാളെപ്പറ്റി മോശം പറയരുത് എന്ന ചിന്താഗതിക്കാരൻ. അതല്ലാതെ മറ്റൊരു നീക്കവും കൂടി നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇക്കാര്യം ചോദിക്കേണ്ടി വന്നത്. ഇതുവരെ നടത്തിയിട്ടുള്ള പോസ്റ്റിങ്ങിലൊന്നിലും പൊതുയോഗം ഇടപെടേണ്ടി വന്നിട്ടില്ല. പക്ഷേ അതിനുള്ള സാഹചര്യം വന്നാൽ ഇടപെടാതിരിക്കാനും കഴിയില്ല. ഇടവകയിലുള്ളവരുടെ ബന്ധുക്കളും ഇടവകക്കാരെ പോലെ തന്നെയാണ്. അവരും കർത്താവിൻ്റെ ജനമാണ്. അവർക്കും അർഹതയുള്ളതാണ് ഈ പോസ്റ്റ്. രൂപത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടിയാണ്, അല്ലാതെ പുല്ലരിക്കാരുടെ മാത്രമല്ല. അത് പറഞ്ഞത് സോജനാണ്. അതിനെ പിന്തുണച്ച് കുറേ പേർ പറഞ്ഞു. അവരുടെ പറച്ചിലൊക്കെ ഏകദേശം ഒന്നടങ്ങിയപ്പോൾ വീണ്ടും കുഞ്ഞവരാച്ചൻ തന്നെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അങ്ങനെയുള്ള ഇടവകക്കാരുടെ ബന്ധുക്കളെ ആരെയും പള്ളിയോ സ്കൂളോ ഉണ്ടാക്കിയ കാലത്ത് കണ്ടിട്ടില്ലല്ലോ. സോജൻ്റെ അപ്പൻ പിരിവ് തന്നു, പണിയും എടുത്തിട്ടുണ്ട്. അവരുടെ വീട്ടിലേക്കുള്ള ഒരു പോസ്റ്റിംഗ് ആണെങ്കിൽ സമ്മതിക്കാം. പിന്നെ അല്ലാതെ അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി പറയുമ്പോൾ അത് രണ്ടാം സ്ഥാനത്ത് പരിഗണിക്കേണ്ട കാര്യമാണ്. അവർക്ക് കൊടുക്കരുത് എന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല.
അവർക്ക് കിട്ടുന്നതിന് ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇടവകയിലുള്ള ആളിനെ നിർത്തിയിട്ട് വേറൊരാളിന് കൊടുക്കാനുള്ള ആലോചനയുണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതീക്ഷിച്ചതുപോലെയല്ല. സോജനെയും കൂട്ടുകാരെയും അനുകൂലിക്കാൻ വളരെ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂരിപക്ഷം പേരും ഇടവകയിലുള്ള ആളിന് തന്നെ കൊടുക്കണം എന്ന അഭിപ്രായക്കാരായിരുന്നു. അതിൽ കുറച്ചു പേർക്കൊന്നും ആ ആൾ ആരെന്നുപോലും അറിയില്ലായിരുന്നു. എന്നാൽ പോലും അവർ ന്യായത്തിൻ്റെ ഭാഗത്തു നിന്ന് പൊതുവായ അഭിപ്രായം പറയുകയാണ് ചെയ്തത്. എല്ലാവരും ഏകദേശം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പൊതുയോഗത്തിൻ്റെ പൊതുവായ അഭിപ്രായം ആദ്യ പരിഗണന കൊടുക്കേണ്ടത് ഇടവകയിലുള്ള ആളിന് തന്നെ ആണെന്നാണ്. അതുകൊണ്ട് അതുതന്നെയാണ് തീരുമാനം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം. വോട്ടുകൊണ്ട് തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ തീരുമാനിക്കണം. എന്തായാലും ഇക്കാര്യത്തിൽ ഇവിടെ തീരുമാനമെടുത്ത് പൊതുയോഗ തീരുമാനമായി എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താനും കഴിയില്ല. വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കണം എന്നൊക്കെ ശക്തമായി വാദിച്ചുകൊണ്ട് കുറച്ചുപേർ ഉണ്ടായിരുന്നു. അവരുടെ എണ്ണം കൊണ്ട് തന്നെ കാര്യം മനസ്സിലാകുമായിരുന്നു. വോട്ടെടുപ്പ് നടത്തിയാലും അവരുടെ ഭാഗം വിജയിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവം അങ്ങ് മാറി. പരസ്പരം വെല്ലുവിളികളും മറ്റുമായി അവർ എഴുന്നേറ്റു. അന്നന്നത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കുഞ്ഞവരാച്ചനൊക്കെയാണ് സ്കൂൾ ഉണ്ടാക്കാൻ വലിയ പിരിവ് കൊടുത്തു എന്ന് ന്യായം പറയുന്നത്. കൂടുതൽ പിരിവ് കൊടുത്തവൻ്റെ ബന്ധുവിന് വേണ്ടി തന്നെയാണ് പോസ്റ്റിംഗ് ചോദിച്ചത്. അതങ്ങ് കൊടുത്താൽ എന്താ കുഴപ്പം? ഏതവനാ ഇപ്പോൾ അതിനെ ശക്തമായി എതിര് പറയുന്നത്? അവനെ ഒന്ന് കാണട്ടെ. ഭീഷണിയൊന്നും വേണ്ട എന്നൊക്കെ അച്ഛൻ പറഞ്ഞെങ്കിലും ആരും അത് കേട്ടില്ല. ആ പറഞ്ഞവനോട് മറുപടി പറയാതെ പോയിട്ട് കാര്യമില്ല എന്നായി കുറേ പേര്. അതുവരെ മിണ്ടാതിരുന്ന ആളാണ് അപ്പച്ചൻ ചേട്ടൻ. ഇപ്പോഴത്തെ വെല്ലുവിളി അയാൾക്ക് തീരെ സുഖിച്ചില്ല. ഇതിന് മറുപടി പറഞ്ഞാതിരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അപ്പച്ചൻ ചേട്ടൻ എഴുന്നേറ്റത്. സ്കൂളിനു വേണ്ടി പിരിവ് കൊടുത്ത കാര്യത്തിൽ മാമച്ചനോളം തന്നെ പിരിവ് കൊടുത്തവനാ ഞാനും. അതുകൊണ്ട് ഞാൻ അതിന് ശക്തമായി എതിരു പറയും. ഇടവകക്കാർക്ക് വേണ്ടിയുള്ളതാണ് സ്കൂൾ. ഇടവകയിലെ പിള്ളേർക്ക് പഠിക്കാനും ഇടവകയിൽ നിന്ന് പഠിച്ചവർ ഉണ്ടെങ്കിൽ ജോലി ചെയ്യാനും. അതില്ലായിരുന്നെങ്കിൽ പുറമേ നിന്നുള്ളവർ വരുന്നതിന് ആരും എതിര് പറയില്ലായിരുന്നു. ഇപ്പോൾ അർഹതയുള്ളവർ ഇടവകയിലുണ്ടല്ലോ. തൻ്റെ മകളായിരിക്കും, അതുകൊണ്ടായിരിക്കും തനിക്കിത്ര ആവേശം. വേറെ ഉള്ളവൻ്റെ കാര്യമാണെങ്കിൽ പടവിലപ്പച്ചൻ പൊതുയോഗത്തിന് പോലും വരില്ലല്ലോ. അർഹതയുള്ളത് ആരാണെന്ന് അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, പറയാത്തതാ. അതെ, എൻ്റെ മകൾ തന്നെയാണ്. പിന്നെ ഞാൻ പൊതുയോഗത്തിന് വരുന്നുണ്ടോ ഇല്ലയോ എന്നത് ഇവിടുത്തെ രജിസ്റ്റർ നോക്കിയാൽ അറിയാം. അല്ലാതെ പൊതുയോഗത്തിന് വരുന്ന കാര്യത്തിന് കൊട്ടിഘോഷിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. നിന്നെ ഒന്നും ബോധ്യപ്പെടുത്തുകയും മറ്റും ചെയ്യേണ്ട കാര്യവും എനിക്കില്ല. കേട്ടല്ലോ? പണക്കാരൻ്റെ കയ്യിൽ നിന്ന് പട്ടയടിക്കാനുള്ളത് മേടിച്ചേച്ച് എന്നോട് കോടി ചോദിക്കല്ലേ. കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് തോന്നിയതോടെ അച്ഛൻ തീരുമാനങ്ങൾ എഴുതി വായിച്ച് കേൾപ്പിച്ചിട്ട് പൊതുയോഗം പിരിച്ചുവിട്ടു. പറഞ്ഞു പരിധി വിട്ടാൽ അടിയായെങ്കിലോ? അതുവരെ പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ആരും തമ്മിൽ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായതുമില്ല. എന്നാലും പൊതുയോഗത്തിൻ്റെ പൊതുവായ അഭിപ്രായം അറിയാൻ കഴിഞ്ഞു. ആ അഭിപ്രായവും പൊതുയോഗ തീരുമാനങ്ങളും അന്ന് തന്നെ ജോൺ അച്ഛൻ രൂപതയിലേക്ക് അയക്കുകയും ചെയ്തു. സിൽവിക്ക് കാര്യങ്ങൾ അനുകൂലമാകുമോ? ഇനി രൂപതയിൽ നിന്നും വല്ല തിരിമറികളും നടക്കുമോ? സോജന് സിൽവി ജോലിക്കാരിയാകുന്നത് എന്തായാലും സഹിക്കില്ലല്ലോ.
അതുകൊണ്ട് ബിഷപ്പെങ്ങാനും മാമച്ചനു വേണ്ടി പറയുമോ? കണ്ടറിയാം അല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതാണ് നാമ്പെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 57-ാം ഭാഗം. പൊതുയോഗ തീരുമാനം രൂപത അംഗീകരിക്കുമോ? ബിഷപ്പ് മാമച്ചൻ്റെ സ്വാധീനത്തിന് വഴങ്ങുമോ? സിൽവിയുടെ ജോലി സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? ഇനി ഒരു ഉത്തരവാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നമുക്കും കാത്തിരിക്കാം അടുത്ത ഭാഗത്തിനായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.